എനിക്കറിയാൻ പാടില്ല. സത്യം ഇഷ്ടാ. ദോശയൊന്നും മടുത്തു. ചോറൂണ് കഴിഞ്ഞ കാലം തൊട്ട് ബ്രെഡും ജാമും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തിന്നുന്ന എനിക്ക് ദോശ സ്വർഗ്ഗം. അങ്ങനെ അവസാനം ദോശയിൽ നിന്ന് മോചനം. പണ്ടൊക്കെ രാവിലെ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഇതിപ്പോ രാത്രിയും ദോശ. എന്തായാലും നമുക്ക് ഇപ്പൊ ഇത് ഇവിടെ നിന്ന് മാറ്റാം. വരുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ വന്നിട്ടില്ല, നമ്മൾ ഈ സാധനം ഇവിടെ എടുത്തിട്ടില്ല. എന്നാലും ഇത് എവിടെ പോയി? എന്താണ് ആ ദോശയുടെ അങ്ങനെ പ്ലാൻ എവിടെ? എനിക്കറിയാമല്ലോ, ഇവിടെ അപ്പച്ചട്ടി ഇരിപ്പില്ലേ? അപ്പൊ പിന്നെ നമുക്ക് ഇന്ന് രാത്രി അപ്പം ഉണ്ടാക്കാം. ഓ, ദോശപ്പാൻ കാണാത്തോണ്ട് കുക്ക് ചെയ്യാനുള്ള മൂടൊക്കെ പോയി. എനിക്കാണെങ്കിൽ ഈ മൂട് പോയാൽ കുക്ക് ചെയ്യാൻ പറ്റും. ഒരു കാര്യം ചെയ്യും, ബ്രെഡ് ജാമോ. പണിഷ്മെന്റ് 3 നേരം ദോശ കഴിച്ചാ. അമ്മ ഡ്രൈ ഫ്രൈ നല്ലെണ്ണയിലാണോ വറുത്തേ? വെളിച്ചെണ്ണയിലല്ലേ വറുക്കണ്ടേ? ഇത് നല്ലെണ്ണന്റെ എണ്ണയല്ലേ കഴിക്കണിരുന്നു ഇവിടെ. ഈ വീട്ടിൽ മണ്ണെണ്ണയില്ലാത്ത ഭാഗ്യം. കാലം പിടിച്ച പെണ്ണ് എവിടെ കിടപ്പുണ്ട്? ഒരുത്തൻ അടുത്തത് 10ാം ക്ലാസ്സിലായി അവൻ. ഇത് 9-ലാണോ? എനിക്കറിയില്ല, ഞാൻ ഈ കുടുംബത്തിലുള്ള അല്ലല്ലോ. എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി തരണേ. അല്ല, നിങ്ങളുടെ പേരെന്താണ്? നീലു എന്നാണോ? കുട്ടമ്പിള്ളേരെ മോളാണോ? സ്കൂളിൽ കിടന്ന് അടി ഉണ്ടാക്കി ഞാൻ പോയി കൈയോടെ പിടിച്ചോണ്ട് വന്നിരിക്കണവനെ. എന്താടാ കുഴിച്ചിരണത്? കുഴിച്ചിട്ടല്ലേ, നട്ടുപിടിപ്പിക്കുക. മിസ് അറിഞ്ഞ് മരം നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ്. മരം ഒരു വരവാണ്. അച്ഛൻ വന്നുകൊണ്ട് നീ രക്ഷപ്പെട്ട്. അമ്മ ഒരു 2 അടിയും കൊടുത്ത് തന്നു വിടേ. ആര് പറഞ്ഞ അടി കൊടുക്കാൻ പറ്റില്ലെന്ന്? ചന്തിക്ക് 2 പട കൊടുക്കാൻ പോയാണ്. പക്ഷെ അവസ്ഥ മോശമായി പോയി. ആടുത്തൊന്നും പറയൂല, എന്റെ കൂടെ നിൽക്കുന്നത് ചതിക്കണം. ഞാനൊന്നും പറയുന്നില്ലേ. പിന്നെ ചില സംഭവ വികാസങ്ങൾ അവിടെ നടന്ന് പറയണേ. വേണ്ട പറയാച്ച, ഞങ്ങൾ ഈ കുടുംബത്തുള്ളതല്ലേ, ഞങ്ങൾ കൂടെ അറിയട്ടെന്ന്. ഞാൻ പറയാം. ഞാൻ സ്കൂളിൽ വെച്ച് നിക്കറി ഒരു വലിയൊരു കുഴി കുഴിച്ചായിരുന്നു. അതിന്ന് തോണ്ടിയപ്പോ ആ ചീഞ്ഞ നിക്കറില്ലേ പൊങ്ങി വന്നു. വേഗം വരുവോ? പിന്നെ ഞങ്ങൾ 2 മണിക്കൂർ കൊണ്ട് വരും. എന്താ അവള് തല്ലൊന്ന് മേടിച്ചിട്ടാണ് എടി തല്ലണ്ട കേട്ടോ, ഇനി ആവശ്യമില്ല. അതൊന്നും പറയാൻ പറ്റില്ല, എന്റെ സ്റ്റൈൽ അതാ. വാ ബാലൊന്ന് 2 ഒട്ടിരിക്കോളാ. നീങ്ങിരി 2 തരം കൈക്കിട്ട നോക്കിയിരിക്കായിരുന്നു. 2ന്റെ ചാണ് ഇന്നത്തോടെ തീർത്തേരാ. പഠിക്കരുത് നീ. ഞാനേ വരാം. ശിവാ, കേശുവേ. എന്റെ മക്കള് പഠിക്കണ കണ്ട എല്ലാ ക്രെഡിറ്റും ലച്ചുവിനാ. ലച്ചു എന്തേ? ഞങ്ങളില്ല. ലച്ചു ലച്ചു നോക്കിയേ. അയ്യോ, മോളി കെട്ടിയിരുത്തേ. എന്നാൽ ഇതെങ്ങനെ മോളി കയറിയത്? ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിട്ട് അവിടെ തന്നെ ഇരിക്കും. പാതിരാത്രിക്ക് ഇത് എങ്ങോട്ടാ കുട്ടിയോളെ? ഞങ്ങള് ഞങ്ങളുടെ അമ്മൂമ്മയെ കാണാൻ പോവാ. ഈ രാത്രിയിലോ? ഒറ്റയ്ക്കുള്ളൂ, കൂടെ ആരും ഇല്ലേ? ഞങ്ങളുടെ അമ്മയ്ക്ക് ദീനമാ, അതുകൊണ്ട് അമ്മൂമ്മയെ അറിയിക്കാൻ പോവാ. എന്തോ മുത്തശ്ശിയുടെ പേര്? മുത്തശ്ശിയുടെ പേര് ലച്ചുമായി അമ്മ. എന്താ കുട്ടികളുടെ പേര്? എന്റെ പേര് പാറു, ഇവളുടെ പേര് കല്ലു. പാറക്കല്ലോ? ചെറുക്കൻ കളിപ്പാവും. കേക്ക് വേണോടാ? ഓർഡർ ചെയ്താലോ നമുക്ക്? നിന്നെ എന്ത് പറഞ്ഞ് കളിയാക്കി അത് പറ. കോഡ് കേക്കെന്ന് പറഞ്ഞിട്ട് ഏട്ടാ, കിളവൻ കേശു കേക്ക്, അതാണ് അവർ ഉദ്ദേശിച്ചത്. കേശുവിനെ എന്തെങ്കിലും കേക്ക് എന്തെങ്കിലും വിളിച്ച് കളിയാക്കിയായിരുന്നു. അത് ചെറുതെ ചുമ്മാ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. കേശുവിന് ഫോൺ കൊണ്ട് കൊടുക്കാം, നീ അവനൊന്നും കൂടി കേക്ക് എന്ന് വിളിച്ച് കളിയാക്കണം. അവൻ കലിപ്പാവോ? എനിക്ക് എന്തോന്ന് കലിപ്പ്. എടാ സംസാരിക്കട, ഫോൺ കേക്കാണത്. കേക്ക് ഹലോ, കേക്കാവോ? കേക്ക് വരും.